ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഈ ഒരു പാഠഭാഗത്തിലെ പെലായോയും എലിസന്തയും തമ്മിലുള്ള സംഭാഷണമാണ്, കോൺവെർസേഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏകദേശം 6 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കടക്കാം. ആഫ്റ്റർ ദ ഹെവി റെയിൻ, പെലായോ ആൻഡ് എലിസന്ത find a strange old man with enormous wings in their courtyard. ആഫ്റ്റർ ദി ഹെവി റെയിൻ, അതായത് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് ശേഷം, പെലായോ ആൻഡ് എലിസന്ത, പെലായോയും എലിസന്തയും ഫൈൻഡ് എ സ്ട്രേഞ്ച് ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, അതായത് വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധനായിട്ടുള്ള എന്തോ ഒരു അപൂർവ വ്യക്തി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. ഇൻ ദെയർ കോർട്ട്യാർഡ്. എവിടെ വെച്ചാണ് അവർ കാണുന്നത്? അവരുടെ മുറ്റത്ത്. കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ മുറ്റം. ദേ ആർ കൺഫ്യൂസ്ഡ് ആൻഡ് ഫ്രൈറ്റൻഡ്. അവരെന്താണ്? പരിഭ്രാന്തരാവുകയാണ്, അവർ പേടിക്കുകയാണ്. ബിഫോർ ഡിസൈഡിങ് ടു കീപ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്, ദേ ഡിസ്കസ് ദ സിറ്റുവേഷൻ. അതായത് അവർ പിന്നീട് ആ വ്യക്തിയെ ചിക്കൻ കൂപ്പിലാണ് കൊണ്ടാക്കുന്നത്, അല്ലേ? ചിക്കൻ കൂപ്പ് എന്ന് വെച്ചാൽ കോഴിക്കോട്. നമുക്ക് ആ കഥ മനസ്സിലായ കുട്ടികൾക്ക് അറിയാം, ആ കഥ വായിച്ചിട്ടുള്ള നമുക്കറിയാം, അല്ലേ? ഈ എലിസന്തയും പെലായോയും ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ എവിടെയാണ് കൊണ്ട് എത്തിക്കുന്നത്, എവിടെയാണ് കൊണ്ടാക്കുന്നത്? ചിക്കൻ കൂപ്പിലാണ്, കോഴിക്കൂട്ടിലാണ്. അപ്പൊ ആ കോഴിക്കൂട്ടിൽ ആക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സന്ദർഭം ഇവരെന്ത് ചെയ്യാണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന, അതാണ് ആ ഒരു കോൺവെർസേഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് സിമ്പിളാണ്. പെലായോ എലിസന്തയും അവരുടെ മുറ്റത്ത് ഈ ഒരു വലിയ ചിറകുകളുള്ള ഈ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ കാണുകയാണ്. ആ കണ്ട ഉടനെ തന്നെയുള്ള ഇവരുടെ സംഭാഷണമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ പെലായോ ആൻഡ് എലിസന്ത. അതായത് ഇവർക്കിടയിലുള്ള കോൺവെർസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ പാരഗ്രാഫുകൾ നമ്മൾ കോൺവെർസേഷനിൽ എഴുതേണ്ട ആവശ്യമേ ഇല്ല. ചെറിയ ചെറിയ സെന്റൻസുകൾ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരാണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുക, പെലായോ 2 കുത്ത് എന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞ പാടന്നെ എലിസന്ത 2 കുത്ത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കുത്തുകളൊക്കെ താഴോട്ടേക്ക് ഒരേ ലൈനിലാണ്, ഒരേ അറേഞ്ച്മെന്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാ കുത്തുകളും നിങ്ങൾ നോക്കുക, ഒരു ലൈൻ വരച്ചാൽ അങ്ങനെയാണ് ഈ കുത്തുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? നോക്കുന്ന ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം കിട്ടട്ടെ, അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഉത്തരത്തിന് നല്ല വൃത്തി കൂടിയായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, പെലായോ ഒരു കാര്യം പറയുകയാണ്, അത് കഴിഞ്ഞ് എലിസന്ത പറയുകയാണ്. ഇവിടെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. നമ്മളൊരു സംഭാഷണം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ അതിന് കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കണം. ഒരാൾ പറഞ്ഞ കാര്യത്തിന്റെ മറുപടി ആയിരിക്കണം മറ്റേ ആൾ പറയുന്നത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. കൂടാതെ ഇവർ പറയുന്ന സംഭാഷണങ്ങളിൽ എന്തൊക്കെ ഉണ്ടാകണം? ഇവരുടെ തോട്ട്സ് ഉണ്ടാകണം, എക്സ്പ്രഷൻസ് ഉണ്ടാകണം, ഇമോഷൻസ് ഉണ്ടാകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അതായത് ഇവർ അയ്യോ പിന്നീട് എന്ത് പറ്റി, അങ്ങനെയുള്ള ഇവരുടേതായിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരിക്കണം, ഇവരുടേതായിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കണം, WHO ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ആ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് കടക്കാം. പെലായോ, എലിസന്ത പ്ലീസ് കം ഹിയർ അറ്റ് വൺസ്, ദർ ഈസ് സം വൺ ലൈയിങ് ഇൻ അവർ കോർട്ട്യാർഡ്. എലിസന്തയോട് ഇങ്ങനെ ഒരു സർപ്രൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ആശ്ചര്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. എലിസന്ത ഒന്ന് പെട്ടെന്ന് ഇങ്ങ് വാ, ദർ ഈസ് സം വൺ ലൈയിങ് ഇൻ അവർ കോർട്ട്യാർഡ്. അതാ നമ്മുടെ മുറ്റത്ത്, കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ മുറ്റം, നമ്മുടെ മുറ്റത്ത് അത് ആരോ നിലത്ത് കിടക്കുന്നു. എലിസന്ത, ഹൂ ഈസ് ഇറ്റ്? എന്താണത്? ആരാണത്? ഹോ, ഹീസ് ആൻ ഓൾഡ് മാൻ. കണ്ടോ? നിങ്ങൾ ആ സെന്റൻസുകൾ ശ്രദ്ധിക്കുക. ഇവിടെ WHO ക്വസ്റ്റ്യൻ വന്നു, എക്സ്ക്ലമേറ്ററി സെന്റൻസ് വന്നു, അതോടൊപ്പം തന്നെ ഇവിടെ തോട്ട്സ് കൂടി വരികയാണ്. ഹോ, ഹീസ് ആൻ ഓൾഡ് മാൻ, ബട്ട് വാട്ട് ആർ ദോസ് ഓൺ ഹിസ് ബാക്ക്? പക്ഷെ അദ്ദേഹത്തിന്റെ ബാക്കിൽ എന്താണത്? പെലായോ, ദേ ആർ വിങ്സ്. അതെന്താണ്? ചിറകുകളാണ്. ഐ ഹാവ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ദിസ് ബിഫോർ. ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. എലിസന്തയാണ് പിന്നീട് അടുത്തത് പറയുന്നത്. ഹി ലുക്സ് വെരി വീക്ക് ആൻഡ് എക്സോസ്റ്റഡ്. അദ്ദേഹത്തെ കാണുമ്പോൾ വളരെയധികം അവശനായിട്ടും ഇങ്ങനെ ഒരു എക്സോസ്റ്റഡ് ആയിട്ട് വളരെയധികം ക്ഷീണിതനായിട്ടാണ് കാണുന്നത്. പെർഹാപ്സ് ദ സ്റ്റോം ഹാസ് ലെഫ്റ്റ് ഹിം ഹിയർ. അതായത് ആ കൊടുങ്കാറ്റായിരിക്കാം, ഈ മഴയൊക്കെ പെയ്യുന്നതല്ലേ, അപ്പൊ ഇങ്ങനെ വല്ല കൊടുങ്കാറ്റോ വല്ല അടിച്ചിട്ട് അദ്ദേഹം ഇവിടെ ഇങ്ങനെ വീണുപോയതായിരിക്കാം. പെലായോ, യെസ്, ഹീ ഈസ് ട്രൈങ് ടു ഗെറ്റ് അപ്പ് ബട്ട് ഹി ഡസൻറ്റ് സീം ടു ഹാവ് ദ സ്ട്രെങ്ത്. അതെ, ആയിരിക്കാം ചിലപ്പോൾ. അദ്ദേഹം എന്തായാലും എണീക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള ശക്തി അദ്ദേഹത്തിനില്ല. എലിസന്ത, ഐ ഫീൽ സോറി ഫോർ ഹിം. എനിക്ക് അദ്ദേഹത്തെ ഓർത്ത് എന്തെന്നില്ലാത്തൊരു സഹതാപം തോന്നുകയാണ്.
ഹി മസ്റ്റ് ബി ഹംഗ്രി ആൻഡ് ടയേർഡ്. അദ്ദേഹത്തിന് വിശക്കുന്നുണ്ടാകാം, പക്ഷെ അദ്ദേഹം എന്താണ്, അവശം കൂടിയാണ്. മനസ്സിലായോ? ഐ അഗ്രി, അത് ശരിയാണ്. ബട്ട് വി ഡോണ്ട് നോ ഹു ഹി ഈസ്. അതായത് അത് ശരിയാണ്, പക്ഷെ നമുക്ക് ഇദ്ദേഹം ആരാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇറ്റ് മെ നോട്ട് ബി സേഫ് ടു ലെറ്റ് ഹിം സ്റ്റേ ഇൻസൈഡ് അവർ ഹൗസ്. അതായത് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാന്ന് വെച്ചാൽ അതത്ര സേഫ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഇദ്ദേഹത്തെ പറ്റി ഒന്നും അറിയില്ല. എലിസന്ത, ദാറ്റ്സ് ട്രൂ. അതെ, അതും സത്യമാണ്. വി ഷുഡ് ബി കെയർഫുൾ അൺടിൽ വി നോ മോർ അബൌട്ട് ഹിം. അതായത് ഇദ്ദേഹത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയുന്നത് വരെ നമ്മൾ എന്തായിരിക്കണം, ശ്രദ്ധ ഉള്ള ആൾക്കാരായിരിക്കണം. അതായത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? വി നീഡ് എ പ്ലേസ് വെയർ ഹി ക്യാൻ സ്റ്റേ ഫോർ ദ ടൈം ബിങ്. അതായത് സമയം പോകുന്നത് വരെ അദ്ദേഹത്തെ എവിടെയെങ്കിലും നമുക്ക് പാർപ്പിക്കണം. അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം നമ്മൾ കണ്ടെത്തണം. എലിസന്ത, ദ ചിക്കൻ കൂപ്പ് വിൽ ബി എ ബെറ്റർ പ്ലേസ്. നമ്മുടെ ആ കോഴിക്കൂടില്ലേ, അത് നല്ലൊരു സ്ഥലമാണ്. ഇറ്റ് വിൽ കീപ് ഹിം സേഫ് ഫ്രം ദ റെയിൻ. അതാവുമ്പോൾ മഴ കൊള്ളാതെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാം. വെലായോ? യെസ്, ആൻഡ് വി ക്യാൻ ഓൾസോ കീപ്പ് ആൻ ഐ ഓൺ ഹിം ദർ. അതെ, അത് ശരിയാണ്. കൂടാതെ നമുക്ക് അദ്ദേഹത്തെ അവിടെ നിന്ന് വീക്ഷിക്കുക കൂടി ചെയ്യാം. അദ്ദേഹത്തിൻ്റെ മേലിൽ നമുക്കൊരു കണ്ണുകൂടി ഉണ്ടാകണം. എലിസന്ത, ഐ വണ്ടർ ഹൗ എ മാൻ ക്യാൻ ഹാവ് സച്ച് എനോർമസ് വിങ്സ്. എനിക്കിപ്പോഴും അത്ഭുതമാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്ര വലിയ ചിറകുകൾ ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് റിയലി സർപ്രൈസിങ്. ഇതെന്താണ്, അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പെലായോ, വാട്ട് എവർ ഹി മേ ബി, എന്ത് തന്നെ ആയിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ അദ്ദേഹം, വി ഷുഡ് നോട്ട് ട്രീറ്റ് ഹിം ക്രൂവലി. നമ്മൾ അദ്ദേഹത്തെ ഒരിക്കലും ക്രൂവലി ഒന്നും ട്രീറ്റ് ചെയ്യരുത്. അതായത് മോശമായിട്ടൊന്നും അല്ലെങ്കിൽ കാരുണ്യമില്ലാത്ത രീതിയിലൊന്നും നമ്മൾ അദ്ദേഹത്തോട് പെരുമാറരുത്. എലിസന്ത, യു ആർ റൈറ്റ്. അതെ, ശരിയാണ്. ലെറ്റ്സ് കീപ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ് ഫോർ നൗ ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. നമുക്ക് തൽക്കാലം അദ്ദേഹത്തെ ആ ഒരു ചിക്കൻ കൂപ്പിൽ വെക്കാം, അല്ലേ? ആ ഒരു കോഴിക്കൂട്ടിൽ തൽക്കാലം അദ്ദേഹം നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പിന്നീട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഈ കോൺവെർസേഷൻ നിർത്തുകയാണ്. ഒരു കോൺവെർസേഷൻ എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലൊരു തുടക്കവും നല്ലൊരു അവസാനവും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ പാഠഭാഗത്തിൽ നിങ്ങളോട് ചോദ്യത്തിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺവെർസേഷൻ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ചോദ്യം കൃത്യമായിട്ട് വായിക്കുക, എന്നിട്ടോ ആ ചോദ്യത്തിൽ പറയുന്ന കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ടുള്ള ആ കണ്ടന്റ് സംസാരിക്കുന്ന രീതിയിലുള്ള കോൺവെർസേഷൻ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അത് തന്നെ ഒരു നല്ലൊരു തുടക്കവും നല്ലൊരു അവസാനവും ഉണ്ടായിരിക്കണം. ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക, പെലായോ, എലിസന്ത പ്ലീസ് കം ഹിയർ അറ്റ് വൺസ്. കണ്ടോ, ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. അതായത് എലിസന്തയോട് പറയുകയാണ്, എലിസന്ത നീ ഒന്ന് ഇവിടെ വാ. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മെല്ലെയാണ് നമ്മൾ കണ്ടന്റിലേക്ക് കടക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എലിസന്റെയും ഒരു അവസാനമുണ്ട്. ഈ ഒരു കോൺവെർസേഷന് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, നല്ലൊരു തുടക്കവും ഉണ്ട്, നല്ലൊരു അവസാനവും ഉണ്ട്. അപ്പം അങ്ങനെ വേണം നമ്മൾ കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ഈ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നേ ഉള്ളൂ. ഇതിനെക്കാട്ടി മനോഹരമായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഗ്രാമർ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സെൻറ്റൻസുകൾ, തോട്ട്സ്, അതേപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, WH ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പരമാവധി ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു.